കേരളത്തിൽ ഇനി ഇടതുപക്ഷത്തിൻ്റെ ഭരണം ശേഷിക്കുന്നത് കേവലം 1.25 കൊല്ലം മാത്രമാണ്. കഷ്ടിച്ച് പറഞ്ഞാൽ 15 മാസങ്ങൾ. ഈ 15 മാസങ്ങൾക്കിടയിൽ കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ എന്ത് അത്ഭുതം കാട്ടിയാണ് തുടർഭരണം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ ഒരു കൃത്യമായ നീക്കമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് കേരള എന്ന രീതിയിൽ ഇപ്പോൾ നടക്കുന്നത്. കേന്ദ്രം വലിയ രീതിയിൽ പാക്കേജുകൾ പലതും പ്രഖ്യാപിക്കുന്നു. കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണെന്ന് കേന്ദ്രത്തിൻ്റെ കയ്യൊപ്പ്. ഇതൊക്കെ കൃത്യമായൊരു അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെയാണ്. അതായത് BJPയും CPIMും തമ്മിലുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ ഡീലാണ് ഇവിടെ നടക്കുന്നതെന്ന് ആർക്കാണ് മനസ്സിലാകാത്തത്? തുടക്കം മുതൽ തന്നെ വളരെ വ്യക്തമാണ്. കേരളത്തിൽ പിണറായി വിജയൻ കൃത്യമായിട്ടുള്ള നീക്കമാണ് BJPയുമായി ഒത്തുകളിച്ച് നടത്താൻ പോകുന്നത്. BJPക്ക് ചില കോൺസ്റ്റിറ്റ്യുവൻസികൾ, ചില മണ്ഡലങ്ങൾ ഷുവറാക്കി കൊടുക്കാൻ, ഉറപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള പിണറായിയുടെ തന്ത്രം കൂടി ഇതിനകത്തുണ്ട്. പകരമായി തുടർഭരണം ഇടതുപക്ഷത്തിന് നൽകിക്കൊണ്ട് BJPയുടെ വോട്ട് മറിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഒരറ്റത്ത് നടക്കുകയാണ്. കോൺഗ്രസിനെ ഒരു തവണ കൂടി പ്രതിപക്ഷത്തിരുത്തിയാൽ കോൺഗ്രസ് കേരളത്തിൽ നശിച്ചു പോകും എന്ന കണക്കൂട്ടലിലാണ് CPMും BJPയും ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമകരമായ നീക്കമാണ് പല തട്ടിൽ നടന്നു വരുന്നത്. ഇത് ഏറ്റവും താഴെ തട്ടിൽ വരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമകരമായ നീക്കമാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഇതിൻ്റെ ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ്. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP കൃത്യമായിട്ടുള്ള ചടുലമായ നീക്കങ്ങൾ തൃശ്ശൂരിൽ നടത്തിയത് CPIMൻ്റെ സഹായം കൊണ്ടുകൂടിയാണ്. CPIM ഇങ്ങനെ തന്നെയാണ് തിരുവനന്തപുരം ലോക്സഭയിലും കള്ളക്കളികൾ കളിച്ചത് എന്ന് തന്നെയാണ് വ്യക്തം. അതായത് പല മണ്ഡലങ്ങളിലും CPIM കൃത്യമായി എൻ ബ്ലോക്കായി BJPക്ക് വോട്ട് മറിച്ചു കൊടുക്കുക എന്നുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി നീങ്ങുകയാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ വക പച്ചക്കൊടി, അതായത് കേന്ദ്രം എല്ലാ തരത്തിലും പിണറായി വിജയൻ സർക്കാരിന് അനുകൂലമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള നീക്കം. ഇതൊരു കണ്ണിപ്പൊടിയിടൽ തന്ത്രമായി തന്നെ മാറ്റുകയാണ്. അതായത് കേന്ദ്രമൊന്നും നൽകുന്നില്ല കേരളത്തിന് എന്ന് നിരന്തരമായി ഘോരഘോരം വാദിക്കുകയും എന്നാൽ കേന്ദ്രത്തിൽ നിന്ന് സഹായം പലതായി കൈപ്പറ്റുന്നു എന്ന രീതിയിലേക്ക് ഇപ്പോൾ വരികയും ചെയ്യുമ്പോഴാണ് ഇതിനകത്തുള്ള ഇരട്ടത്താപ്പ് യഥാർത്ഥത്തിൽ വ്യക്തമാകുന്നത്. വാസ്തവത്തിൽ കേന്ദ്രമൊന്നും കൊടുക്കുന്നില്ലേ? അതോ കേരളത്തിൽ ഉള്ള CPIMകാർ എന്ത് അർത്ഥം വെച്ചാണ് ഈ പറയുന്നത്? ബജറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതായത് ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമനെതിരെ കേരളത്തിലെ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞിരിക്കുന്ന കേരളത്തിൻ്റെ പേര് പോലും നിങ്ങൾ പരാമർശിക്കുന്നില്ലല്ലോ എന്നുള്ള ചോദ്യം വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു. ഇവിടെ ഒരു വലിയ രീതിയിലുള്ള ഒരു കണ്ണുകുത്തി കളി എന്ന് തന്നെ പറയേണ്ടി വരും. കേരളത്തിലും കേന്ദ്രത്തിലുമുള്ള നേതാക്കൾക്കിടയിൽ നടക്കുന്നുണ്ട് എന്ന് വളരെ വ്യക്തമായി തന്നെ പറയണം. സാധാരണക്കാരെ, ജനങ്ങളെ പറ്റിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ PSCയുമായി ബന്ധപ്പെട്ട കാര്യം ഉൾപ്പെടെ എടുത്തു നോക്കൂ. കേരളത്തിലെ നിരവധിയായ കോർപ്പറേഷനിലും കമ്മീഷനിലും ഒക്കെ ഇരിക്കുന്നവർക്ക് ഉള്ള ശമ്പള വർധനവും ബാക്കി സാധാരണക്കാരെ അങ്ങേയറ്റം താറടിക്കുന്ന രീതി. ആശാവർക്കർമാരുടെ കാര്യമാണെങ്കിൽ അവരുടെ ദൈനംദിന ജീവിതത്തിന് പോലും ആവശ്യമായതൊന്നും കൊടുക്കാതെ പാവപ്പെട്ടവരുടെ പെൻഷൻ തുക വരെ തടഞ്ഞു വെച്ചുകൊണ്ട് സാധാരണക്കാരെ ബുദ്ധിമുട്ടിലാഴ്ത്തുന്ന ഗവൺമെൻറ് സുഖലോലിപരായി കുറച്ച് ആളുകളെ മാത്രം തീറ്റിപ്പോറ്റുന്ന കാര്യമാണ് കാണുന്നത്. സാധാരണക്കാരൻ്റെ നികുതി പണം എടുത്ത് തോന്നിയപാട് ചെലവഴിക്കുന്ന പിണറായി വിജയനെ ഇനിയും സഹിക്കണമോ എന്ന ചോദ്യം നിലനിൽക്കുകയാണ്.